ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറുപയറാട്ടാ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചെറുപയർ കറി. അതിൽ ഞാനൊരു 4 തരി ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നൊക്കെ ചോറിന് ഇതാണ് ഇന്നത്തെ നമ്മളെ വെജിറ്റബിൾ കറി. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്, ഞാൻ എണ്ണക്ക് പകരം നെയ്യാണ് എടുക്കുന്നത്. നെയ്യിലിട്ടൊന്ന് ഈ ഉള്ളി സവാളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ലേശം നെയ്യ് വെച്ചിട്ടേ അതിലെന്ത് ചെയ്യാം, ഒരു ചെറിയ കഷ്ണം സവാളയും കുറച്ച് പച്ചമുളകും ഒരു 2 ഉള്ളി വെളുത്തുള്ളി കൂടി ഇത് വെച്ചൊന്നും എന്ത് ചെയ്യാം, ഒന്ന് ചുമപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് ഇങ്ങനെ ചുമന്ന് വരുമ്പോഴേ ഒരു 2 കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച നമ്മളെ ചെറുപയർ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ നെയ്യിനായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ടൊരു 3 വിസിലടുപ്പിക്കാം. വെള്ളത്തിലിട്ട കാരണം നമുക്ക് കൂടുതൽ കുക്കറിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി കുക്കർ അടിക്കുന്ന സമയം കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം നെയ്യ് കൊടുത്താണ്, അപ്പോൾ കുറച്ച് എണ്ണ മതിയാവും. അതിലേക്ക് എന്ത് ചെയ്യാം, കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേ നമുക്കൊരു ലേശം ചെറിയ ജീരകം, ചുവന്ന മുളക് ആഡ് ചെയ്യാം. ഒരു ചെറിയ 2 കറിവേപ്പില. ഇനി അതിലേക്ക് ഒരു വലിയ സവാള നോക്കിയിട്ട് ആഡ് ചെയ്യാം. സവാള വഴറ്റി വരുമ്പോഴേ നമുക്കൊരു വലിയ തക്കാളി നോക്കിയിട്ട് അതിലേക്ക് ഇട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ ചെറുപയർ കറിക്കുള്ള പണി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാലയ്ക്ക് നമ്മളെ ചെറുപയർ ആഡ് ചെയ്യാം. അതായി നമ്മളെ ചെറുപയർ കറി ഇവിടെ സെറ്റായി. ഇത്ര പണിയുള്ളൂ. മൺചട്ടിയിൽ കറി വെച്ചുള്ള പ്രത്യേകതകൾ കണ്ട, നമ്മൾ കറി ഇറക്കിയാലും കിടന്ന് തിളക്കും.